ഹാൻഡ് എക്സിമ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഹായ്, ഐ എം ഡോക്ടർ ഫാത്തിമ ഹസ്ന, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ഫ്രം കാസർഗോഡ്. ഹാൻഡ് എക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവെള്ളയിൽ വരുന്ന അലർജി അഥവാ എക്സിമ, തുമ്മൽ, അലർജി, ആസ്മ പോലുള്ള അസുഖങ്ങൾ, സ്കിന്നിൽ പലയിടങ്ങളിൽ അലർജി ഉള്ളവർക്ക് ഹാൻഡ് എക്സിമ വരാം. പിന്നെ വീട്ടമ്മ കൂടുതൽ സോപ്പും ഡിറ്റർജൻസൊക്കെ ഉപയോഗിക്കുന്നവരിലും നമ്മൾ ഹാൻഡ് എക്സിമ കണ്ടുവരുന്നു. പലവിധ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്കിതിന് അവൈലബിൾ ആണ്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എക്സിമ കുറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും കൂടുതൽ പേഷ്യൻസിൽ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു റിക്കറൻസ് ആണ്. ഇത് കുറഞ്ഞ് വന്നു കഴിഞ്ഞാലും മെഡിസിൻസൊക്കെ നിർത്തുമ്പോൾ വീണ്ടും ഇത് രൂപപ്പെടുന്നു. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ റീലിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഹാൻഡ് വാഷിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കൈ കഴുകുന്നത് ഒഴിവാക്കാം. അത്യാവശ്യം മാത്രം സോപ്പിട്ട് കൈ കഴുകാം. ഹാൻഡ് സാനിറ്റൈസറും അതുപോലെ തന്നെ ആൽക്കഹോൾ അടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ സ്കിന്ന് ഡ്രൈ ആക്കും. അപ്പോൾ അതുപോലുള്ള വസ്തുക്കൾ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. വളരെ ഫ്രീക്വൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാം. നമ്മൾ പാത്രം കഴുകുമ്പോഴും തുണി അലക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ്സ്, ഡിഷ് വാഷ്, ഇതും ഒക്കെ നമ്മുടെ സ്കിന്നിൻ്റെ തൊലി ഡ്രൈ ആക്കും. അപ്പോൾ ഇതുപോലുള്ള സബ്സ്റ്റൻസസ് നമ്മൾ കുറേ നേരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഗ്ലൗസ് ഉപയോഗിച്ച് നമ്മുടെ സ്കിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ പാത്രം വെച്ച് കഴുകുക. പിന്നെ നമ്മൾ എപ്പോഴും കയ്യിലൊരു ഹാൻഡ് ക്രീം സൂക്ഷിക്കുക. അതായത് നോർമൽ മോയ്സ്ചറൈസർ ആയാലും മതി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് കൈ ഫ്രീ ആവുന്ന സമയത്ത് ഒന്ന് ഡ്രൈ ആയ ശേഷം ഒരു ഹാൻഡ് ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഫ്രീക്വൻ്റ്ലി അപ്ലൈ ചെയ്യാം. 3-4 പ്രാവശ്യം ഡെയിലി നമുക്ക് ഈ ഹാൻഡ് ക്രീം പരിധി വരെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ ഹാൻഡ് എക്സിമ നമുക്ക് കുറച്ച് നിർത്താം. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മുടെ ഹാൻഡ് എക്സിമ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം.